Hi friends, result video first episode ആണ്. നമ്മൾ റിസൾട്ട് വീഡിയോ എന്നുള്ള കൺസെപ്റ്റിൽ ട്രെൻഡ്സ് സ്റ്റാർട്ട് ചെയ്തത് കഴിഞ്ഞ ജൂലൈയിലാണ്. ഫസ്റ്റ് വീഡിയോ ഫസ്റ്റ് ടോക്ക് നമ്മൾ പറഞ്ഞത് ആനന്ദ് റാഠിയെക്കുറിച്ചാണ്. ഇന്ന് നമ്മളെ ഫസ്റ്റ് ടോക്ക് ആനന്ദ് റാഠിയാണ്. ആനന്ദ് റാഠി റിസൾട്ടിനെ കുറിച്ചുള്ള അനാലിസിസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ശ്രദ്ധിക്കണം, ഒരു വീഡിയോയും ഒരു സ്റ്റോക്കും റെക്കമെൻഡേഷൻ ആസ്പെക്ട്സിലല്ല ഞാൻ നിങ്ങളോട് പറയുന്നത്. ആ ഒരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കണം. രണ്ടാമത്തെ കാര്യം, സാധാരണ റിസൾട്ട് വന്ന അന്ന് തന്നെയാണ് നമ്മൾ വീഡിയോ റിലീസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഫിൽറ്ററിങ്, എൻ്റെ ലേണിംഗ് എന്നുള്ള കാര്യത്തിന് എപ്പോഴും പരിമിതികൾ കണ്ടുമാനമുണ്ട്. സാധാരണ ഞാൻ 3 ലെയർ ഓഫ് അസസ്മെൻറ്റിൽ കൂടാണ് കടന്നു പോകുന്നത്. ഫസ്റ്റ് ലെയർ കഴിഞ്ഞാൽ അത് നമ്മൾ ട്രെൻഡ്സിൽ നമ്മൾ അത് വീഡിയോ പബ്ലിഷ് ചെയ്യും. സെക്കൻഡ് ലെയർ കഴിഞ്ഞാൽ സാധാരണ ആ സ്റ്റോക്കുകളെ കൂടുതലായിട്ട് ഞാനും സ്റ്റുഡൻസൊക്കെ ഫോക്കസ് ചെയ്യും. തേർഡ് ലെയർ കഴിഞ്ഞാൽ അതിൻ്റെ ഒത്തുനിന്ന് കിട്ടുന്ന ഏതാനും സ്റ്റോക്കിലാണ് ഞാൻ എപ്പോഴും എൻ്റെ ട്രേഡ്സ് പ്ലാൻ ചെയ്യുന്നത്. സോ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം, ട്രെൻഡ്സിൽ വരുന്ന വീഡിയോയ്ക്ക് ഫസ്റ്റ് ലെയർ കഴിഞ്ഞ് വരുന്ന വീഡിയോസാണ്. ഈ ലെയറിൽ സംതിങ് അറൗണ്ട് 150-200 സ്റ്റോക്സ് ടോട്ടൽ 35 days 38 days വീഡിയോയിൽ നിങ്ങൾക്ക് കിട്ടും. ഈ സ്റ്റോക്കിൽ നിങ്ങൾ കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ള കൺസെപ്റ്റ്സിലാണ് വീഡിയോ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട വലിയൊരു കാര്യം, ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു വീഡിയോയും റെക്കമെൻഡേഷൻ അല്ലാന്ന് എടുത്ത് പറയുന്നു. കൂടുതലായിട്ട് പഠിക്കുക, കൂടുതൽ ഫണ്ട അനാലിസിസ് ബേസിലാണ് നമ്മൾ ഓരോ സ്റ്റോക്കും നമ്മൾ അനലൈസ് ചെയ്യുന്നത്. എന്തെല്ലാം ഫണ്ട പോയിന്റ്സ് ആണ് നമ്മൾ ഷെയർ ചെയ്യുന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ അത് തന്നെ പുതിയ സ്റ്റോക്കിൽ കണ്ടുപിടിക്കുക, ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. സോ നമുക്ക് നമ്മുടെ ഫസ്റ്റ് വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. ആദ്യത്തെ 1-2 വീഡിയോസ് നോർമലി Eqtfx പ്ലാറ്റ്ഫോമിലാണ് പോകുന്നത്. അതിനുശേഷം എക്സ്ക്ലൂസീവായിട്ട് ട്രെൻഡ്സിലേക്ക് മാത്രമായിട്ട് ചുരുങ്ങും. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഹൈ ട്രെൻഡ്സ് മെമ്പേഴ്സ്, നമ്മുടെ Q3 റിസൾട്ടിൻ്റെ ആദ്യത്തെ വീഡിയോ ആണിത്. നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾ കഴിഞ്ഞ 6 മാസമായിട്ട് ട്രെൻഡ്സിലുള്ള ആൾക്കാർക്ക് തീർച്ചയായും അറിയാം, ഇനി മുതൽ വീഡിയോകളുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള വീഡിയോകളുടെ ഒരു ഒരു റാലിയാണ് വരാൻ പോകുന്നത്. നെക്സ്റ്റ് 30-35 days നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. കഴിഞ്ഞ ജൂലൈയിൽ നമ്മൾ ആദ്യമായിട്ട് ട്രെൻഡ്സ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മുടെ ഫസ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് ആനന്ദ് റാഠിയെക്കുറിച്ചുള്ള അനാലിസിസ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അന്ന് ആനന്ദ് റാഠിയുടെ പ്രൈസ് വാസ് സംതിങ് അറൗണ്ട് 975-980 ആണ്. 6 മാസം കൊണ്ട് 2800+ പോയി. കഴിഞ്ഞ ക്വാർട്ടറിലും നമ്മൾ ആദ്യം കൊടുത്ത സ്റ്റോക്ക് അനാലിസിസ് ആനന്ദ് റാഠിയുടെയാണ്. അതുകൊണ്ട് തന്നെ ഈ ക്വാർട്ടറിലും ആനന്ദ് റാഠിയിലാണ് ഞാൻ എൻ്റെ ഫസ്റ്റ് പ്രസൻറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ 1-2 വീഡിയോസ് ട്രെൻഡ്സിന് പകരം Eqtfxൻ്റെ കോമൺ ചാനലിലാണ് റിലീസ് ചെയ്യുന്നത്. കാര്യം പല ആൾക്കാർക്കും ഇതെങ്ങനെയാണ് ഈ റിസൾട്ട് വീഡിയോ അനാലിസിസ് വർക്ക് ചെയ്യുന്നത് അങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടി ഒരു ചാൻസ് കൊടുക്കുവാണ്. 1-2 ദിവസം മേ ബി ഈ വീഡിയോയും അടുത്ത വീഡിയോയും മാത്രമേ ഉള്ളൂ കോമൺ പ്ലാറ്റ്ഫോമിൽ പോകുന്നത്. തേർഡ് വീഡിയോ മുതൽ വീണ്ടും ട്രെൻഡ്സിലേക്ക് മാത്രമായിട്ട് വീഡിയോസ് വീണ്ടും ഒതുങ്ങുന്നതാണ്. സോ കോമൺ ആയിട്ട് ഇത് കോമൺ പ്ലാറ്റ്ഫോമിൽ വാച്ച് ചെയ്യുന്ന ട്രെൻഡ്സിൽ മെമ്പേഴ്സ് ഇല്ലാത്ത ആൾക്കാർക്ക് ട്രെൻഡ്സിൽ ജോയിൻ ചെയ്യണമെങ്കിൽ Eqtfxനോട് ചേർന്നുള്ള ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അതിനകത്ത് ട്രെൻഡ്സിൽ ജോയിൻ ചെയ്യാനുള്ള ഒരു ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ട്രെൻഡ്സിൽ അവർക്ക് ജോയിൻ ചെയ്യാം. ഇൻ കേസ് ട്രെൻഡ്സിൽ ജോയിൻ ചെയ്യാൻ ടെക്നിക്കലായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ അവർക്ക് എനിക്ക് prosif23@gmail.com മെയിൽ അയച്ചാൽ ഞാൻ വേണ്ട സപ്പോർട്ട് ചെയ്തു കൊടുക്കുന്നതായിരിക്കും. ദിസ് വീഡിയോ ഡസ് നോട്ട് ഇനിഷ്യേറ്റ് എനി ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻസ്. ഒരു വിധത്തിലുള്ള റെക്കമെൻഡേഷനും വീഡിയോ പറയുന്നില്ല. നല്ല റിസൾട്ട് വന്ന സ്റ്റോക്കുകളുടെ റിസൾട്ട് അനാലിസിസ് മാത്രമേ പറയുന്നുള്ളൂ. അതുപോലെ തന്നെ യു ഷുഡ് സ്ട്രിക്ട്ലി ക്രോസ് ചെക്ക് ദി ഫിഗേഴ്സ്. സോ ഫസ്റ്റ് കമ്പനി ആനന്ദ് റാഠിയാണ് ഫസ്റ്റ് കമ്പനി. സോ നമ്മൾ പറയുമ്പോൾ നമ്മുടെ വീഡിയോ റിലീസ് ചെയ്യുന്ന ഫസ്റ്റ് വീഡിയോ റിലീസ് ചെയ്യുന്ന ജൂലൈ മാസത്തിൽ ഇറ്റ് വാസ് സംതിങ് അറൗണ്ട് 3500-3700 മാർക്കറ്റ് ക്യാപ്പിൽ നിന്നാണ് 6 മാസം കൊണ്ട് 11,750 മാറിയത്. ആൻഡ് നമ്മൾ ഫസ്റ്റ് വീഡിയോ റിലീസ് ചെയ്ത കഴിഞ്ഞ ജൂലൈയിൽ 975-980 ആയിരുന്നു. അവിടെ നിന്നാണ് 6 മാസം കൊണ്ട് 2847 കമ്പനി കുതിച്ചു പോയി. സ്റ്റോപ്പ് പി ഭയങ്കരമായിട്ട് സ്ട്രെച്ചഡായി 56.2 ആയി. നാച്ചുറലി 3 ഇരട്ടി പ്രൈസ് പോകുമ്പോൾ പി സ്ട്രെച്ചഡ് ആകുമല്ലോ. ഇൻഡസ്ട്രി ബീസ് 21 ഉള്ളൂ, സ്റ്റോപ്പ് പി 56 കൊടുത്തത്. ആൻഡ് എക്സലന്റ് ROEയുമാണ്. ആൻഡ് മാർക്കറ്റ് ക്യാപ്പ് 11,751 ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 209 കോടിയാണ്. EPS 50 ആണ്. ആൻഡ് ഡെപ്റ്റ് ടു ഇക്വിറ്റി എന്ന് പറയുന്നത് വളരെ ഡെപ്റ്റ് വലുതായിട്ടില്ല, 19 കോടി ആകെ ഡെപ്റ്റുള്ള കമ്പനിക്ക്. ഈ കമ്പനി കഴിഞ്ഞ ജൂലൈയിൽ റിസൾട്ട് അനലൈസ് ചെയ്യുമ്പോഴത്തേക്കും 137 നിന്ന് 168 എന്ന് പറയുന്നത് ഹ്യൂജ് ഫിഗറിലാക്കിയാണ് കമ്പനി കയറിയത്. ആ ജൂണിൽ അതിൻ്റെ കഴിഞ്ഞെടുത്ത ജൂണിൽ 128 നിന്നാണ് 168 ആയത്. അതിനുശേഷം 175, അതിനുശേഷം ടോപ്പ് ലൈനിൽ സ്റ്റാഗ്നൻ്റ് ആയി, ഗ്രോത്ത് കൊടുത്തില്ല. ഈ കഴിഞ്ഞ ലേറ്റസ്റ്റ് റിസൾട്ടിൽ ഗ്രോത്ത് ഇല്ല. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 75 നിന്നും 78 ആയി, ഫ്ലാറ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ ഡിസംബറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഗ്രോത്ത് ഉണ്ട്, പക്ഷേ ഇയർ ഓൺ ഇയർ ഗ്രോത്ത് ഉണ്ട്. സ്വീക്വൻഷ്യൽ ഗ്രോത്ത് ഇറ്റ്സ് വെരി ഫ്ലാറ്റ് ആണ് ശരിക്കും കമ്പനിയെ സംബന്ധിച്ച്. ആൻഡ് ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ക്വാർട്ടർ റിസൾട്ടാണ്. ദോ YOY ഈസ് എക്സലൻറ്റ്. മാസി പി റീറേറ്റിംഗ് ആണ് കഴിഞ്ഞ 6 മാസം കൊണ്ട് നടന്നത്.
And YOY revenue 178 crores versus 133 crores. PBT 78 crores versus 58 crores YOY, but flat quarter to quarter ആണ് വന്നത്. പാറ്റും ഫ്ലാറ്റ് ക്വാർട്ടർ ടു ക്വാർട്ടർ ആണ് കമ്പനി പ്രൊഡ്യൂസ് ചെയ്തത്. അടുത്ത കമ്പനി SN സ്പെഷ്യാലിറ്റി ഫിലിംസ് എന്ന് പറയുന്ന കമ്പനിയാണ്. അതൊരു മൈക്രോ ക്യാപ്പാണ്, 477 കോടിയേ ഉള്ളൂ. സ്റ്റോക്ക് PE 37 ആണ്. ആൻഡ് ഡെപ്റ്റ് എന്ന് പറയുന്ന 6 കോടിയേ ഉള്ളൂ. പ്രൊമോട്ട് ഹോൾഡിംഗ് ഈസ് എക്സലൻറ്റ്, 70 ആണ് പ്രൊമോട്ട് ഹോൾഡിംഗ്. ആൻഡ് ഡീസൻറ്റ് ROEയും ആണ് കമ്പനിയെ സംബന്ധിച്ച്. സോ കമ്പനി കൊടുത്ത ഹൈ 248 ആണ്, കറൻറ്റ്ലി ട്രേഡിംഗ് 231 ആണ്. നൗ SNന്റെ ഡീറ്റെയിൽ നിങ്ങൾ നോക്കണം. കഴിഞ്ഞ 9 മാസത്തെ പീരീഡ് നോക്കണം. ടോട്ടൽ ഇൻകം വന്നിട്ട് നമ്മൾ ലേറ്റസ്റ്റ് ഇക്കൊല്ലത്തെ 9 months പെർഫോമൻസ് 10,371 വേഴ്സസ് 8,362 ആണ് കഴിഞ്ഞ കൊല്ലത്തെ. കഴിഞ്ഞ ഹോൾ ഇയർ ചെയ്തത് 12,047 ആണ്. അതിനടുത്ത് വന്നു 10,371 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ലേറ്റസ്റ്റ് 9 monthsൽ 1623.19 ആണ്, 16 കോടി 23 ലക്ഷം. കഴിഞ്ഞ കൊല്ലം ഇതേ സമയം 9 മാസത്തെ 9 കോടിയേ ഉള്ളൂ. അതുപോലെ തന്നെ കഴിഞ്ഞ ഹോൾ ഇയർ പെർഫോമൻസ് 15 കോടിയേ ഉള്ളൂ. ഈ 15 കോടിയുടെ മേളിൽ വന്നു ഈ ലേറ്റസ്റ്റ് 9 മാസത്തെ പെർഫോമൻസ്. ദാറ്റ് മീൻസ് കഴിഞ്ഞ കൊല്ലത്തെ പെർഫോമൻസിനെ കവർ ചെയ്ത് കഴിഞ്ഞു 9 മാസം കൊണ്ട് ഈ കമ്പനി. ദാറ്റ്സ് കമന്റബിൾ ആയിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കും. എംപ്ലോയി ബെനിഫിറ്റ്സ് 4.8 CR 4.8 CR ആയി 3.3 നിന്നും ഡ്യൂ ടു വിച്ച് ഗ്രോത്ത് ഡസ് നോട്ട് ലുക്ക് ബിഗ്. പക്ഷെ നോക്കണം, ക്രോസസ് ഫിനാൻഷ്യൽ ഇയർ 23 PBT in 9 months ഫിനാൻഷ്യൽ ഇയർ 2024. അത് കമന്റബിൾ പെർഫോമൻസ് ആണ് കമ്പനി കാഴ്ചവെച്ചത്. അടുത്ത കമ്പനി ആദിത്യ ബിർള ക്യാപിറ്റൽ ആണ്, AB ക്യാപ്പ് എന്നാണ് കമ്പനിയുടെ പേര്. ഇത് മൈക്രോ ക്യാപ്പാണ്, 791 ക്രോസേ ഉള്ളൂ. സ്റ്റോക്ക് ഈസ് 18 ആണ്. ആൻഡ് ROC ആൻഡ് ROE ഡീസൻറ്റ് ROC ആൻഡ് ROE. ആൻഡ് കമ്പനി 148 ആണ്, ഹൈ ഹിറ്റ് ചെയ്ത് 52 വീക്ക്. കറന്റ് പ്രൈസ് 140 ആണ്. ഡെപ്റ്റ് നാച്ചുറലി ഡെപ്റ്റ് കൂടുതലാണ്, 8.49 ആണ്. ഡെപ്റ്റ് 1111 ആണ്. പ്രൊമോട്ട് ഹോൾഡിംഗ് ഈസ് എക്സലൻറ്റ്, 73.5 ആണ്. ആൻഡ് കമ്പനി ഹാസ് ഗിവൻ വെരി ഗുഡ് പെർഫോമൻസ്, എക്സലൻറ്റ് പെർഫോമൻസ് ആണ്. ടോപ്പ് ലൈൻ കൊടുത്ത് നോക്ക്, 66, 78, 96, 101. കൺസിസ്റ്റൻസി നോക്ക്. സെപ്റ്റംബർ 2022 പോലെ 68, 67, 66, 78, 96, 101. കൺസിസ്റ്റന്റ് പെർഫോമൻസ് ആണ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 23, 23, 32, 39, 44. കൺസിസ്റ്റന്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. ആൻഡ് OPM എക്സ്പാൻഷൻ 40% നിന്ന് 43%. കഴിഞ്ഞ ഡിസംബറിൽ 35% ഉണ്ടായിരുന്നില്ല, അതാണ് 43% ആയത്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കഴിഞ്ഞ ഡിസംബറിൽ 23 ആയിരുന്നു, അത് 39 ആയി, അത് 44 ആയി. ഇറ്റ്സ് കമന്റ് പെർഫോമൻസ് ആണ് കമ്പനി കാഴ്ചവെച്ചത്. ആൻഡ് ദിസ് ഇസ് പി ആൻഡ് അക്കൗണ്ട് ആണ്. 2021 52 കോടി ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, അത് 70 കോടിയായി, അത് 92 crores ആയി. ട്രailing 12 months എന്ന് പറയുന്നത് 138 ആണ്, വിത്ത് 40%. ബെസ്റ്റ് ഇൻ ദി ക്ലാസ് OPM എക്സ്പാൻഷൻ ആണ് വന്നത്. എക്സലന്റ് റിസൾട്ട് ആണ്. റവന്യൂ അറ്റ് 101 വേഴ്സസ് 66 PBT ആൻഡ് PAT. നെക്സ്റ്റ് കമ്പനി JTL ഇൻഡസ്ട്രീസ് ആണ് അടുത്ത കമ്പനി. സോ മാർക്കറ്റ് ക്യാപ്പ് 4,739 കോടി. സ്റ്റോക്ക് പീസ് 35.3 അഗൈൻസ്റ്റ് ഇൻഡസ്ട്രി പീസ് 22.9. ROC ആൻഡ് ROE 34 ആൻഡ് 30. പ്രൊമോട്ട് ഹോൾഡിംഗ് ഈസ് 56 ആണ്. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോസ് ഡെപ്റ്റ് വലുതായിട്ടില്ല, 57 കോടിയുള്ളൂ ഡെപ്റ്റ്. സോ കമ്പനിയുടെ ക്വാർട്ടർലി പെർഫോമൻസ് നോക്കൂ, ടോപ്പ് ലൈൻ ഗ്രോത്ത് നോക്കൂ. കഴിഞ്ഞ സെപ്റ്റംബറിൽ 366, അത് കഴിഞ്ഞിട്ട് ഡിസംബറിൽ 343, 471, 505, 502, 567. സീ ദി ഗ്രോത്ത് ഇൻ പെർഫോമൻസ്. 343 കഴിഞ്ഞ ഡിസംബറിലായിരുന്നപ്പോൾ 343 സ്ഥാനത്ത് 567 ആയി. സംതിങ് 1.7 എക്സാണ് ടോപ്പ് ലൈൻ ഗ്രോത്ത് കൊടുത്തത്. ആൻഡ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നോക്കുക, കഴിഞ്ഞ ഡിസംബറിൽ 29 CR, 53, 36, 37, 43. മാർച്ചിൽ അവർ ഹയസ്റ്റ് ആണ് ചെയ്തത്. സാധാരണ മാർച്ചിൽ ഇവരുടെ ഫിഗർ കഴിഞ്ഞ കൊല്ലത്തെ മാർച്ചിലും നോക്കൂ 28 crores. ആ സമയത്തെ ഫിഗറുമായിട്ട് നോക്കാൻ നേരത്തെ ഹയസ്റ്റ് ആണ്. അതിനു മുമ്പുള്ള മാർച്ചിലും സമയത്തെ ഫിഗർ നോക്കാൻ നേരത്തെ ഹയസ്റ്റ് ആണ്. സോ മാർച്ച് വാസ് ഹയസ്റ്റ് കഴിഞ്ഞ കൊല്ലം 53. അതിനുശേഷം വീണ്ടും പെർഫോമൻസ് അപ്ട്രെൻഡിലേക്ക് ഒന്ന് ഡിക്ലൈൻ ആയിട്ട് തിരിച്ചു കയറുന്നൊരു ലെവലാണ് ഈ ഫിഗറിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സോ നെറ്റ് പ്രോഫിറ്റ് നോക്കൂ, കഴിഞ്ഞ ഡിസംബറിൽ 20 കോടി, അത് ഈ ഡിസംബറിൽ 30 കോടിയായി. ദാറ്റ് മീൻസ് 50% ഇൻക്രീസ് ആണ് YOY വന്നത്. ഓക്കെ, ക്വാർട്ടർ നോക്കാൻ നേരത്തെ 28 നിന്ന് ക്ലോസ് ടു 7-8% നെറ്റ് പ്രോഫിറ്റ് വന്നിട്ടുള്ളൂ. നമ്മൾ ടാക്സ് കൊടുത്തും കൂടെ നോക്കണം, 25% ടാക്സ് ആണ് കമ്പനി കൊടുത്തത്. ആൻഡ് PNL അക്കൗണ്ട് നോക്കുക, കമ്പനിയുടെ പെർഫോമൻസ് ലാസ്റ്റ് 3-4 കൊല്ലം നോക്കാൻ നേരത്തെ മാർച്ച് 2020 കോവിഡ് ടൈമിൽ 16 കോടിയിൽ നിന്നും 21 33 കോടിയായി ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. 22 89 കോടിയായി. 23 129 കോടിയായി. സീ ദി ഗ്രോത്ത് ആക്ച്വലി ആൻഡ് സീ ദി OPM എക്സ്പാൻഷൻ. ആൻഡ് ട്രailing 12 months വന്നിട്ട് 168 ആണ്. ക്വാർട്ടർലി സെയിൽസ് വോളിയം നോക്കുക, ഹ്യൂജ് വോളിയം വന്നിരിക്കുന്നത്. Q3 2023 57,317 മെട്രിക് ടൺസിൽ നിന്നും 1 ലക്ഷത്തിന് മേളിൽ ക്രൂസ് ചെയ്തു. സംതിങ് അറൌണ്ട് 80% ആണ് ക്വാർട്ടർലി സെയിൽസ് വോളിയത്തിൽ വന്ന വ്യത്യാസം. 9 months സെയിൽസ് വോളിയം നോക്കുക, 1.6 നിന്നും
259, fantastic growth ആണ് കൊടുത്തത്. 9 months sales volume VIX നോക്കൂ, it has given huge growth. Profit after tax margin നോക്ക്, ബ്യൂട്ടിഫുൾ PAT പെർഫോമൻസ് കമ്പനി കാഴ്ചവെച്ചത്. 9 months revenue കാഴ്ചവെക്കുന്നു, 9 months EBITDA, 9 months PAT and PAT margins. Now ഈ ഒരു പോയിന്റിൽ മാത്രമേ ഉള്ളൂ കമ്പനി ഒന്ന് സ്ലിപ്പ് ആയത് ഈ ലേറ്റസ്റ്റ് റിസൾട്ട്. കാര്യം 9 months EBITDA നോക്കാൻ നേരത്ത് 4782 നിന്നും 9 months 4442 ആയിട്ട് ഒന്ന് താന്നു. 4782 നിന്നും 4442 ആയി. ദാറ്റ് വാസ് ദി ഓൺലി സ്ലിപ്പേജ് ഇൻ ദി റിസൾട്ട്. അതിൽ ശ്രദ്ധിക്കേണ്ട നമ്മൾ കമ്പനിയുടെ കമൻട്രി ആണ്. അവർ റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് ഗ്രൂ ബൈ 65.26%. അത് അവർ കമ്പയർ ചെയ്യുന്നത് ഫ്രം ഈ Q3 വേഴ്സസ് കഴിഞ്ഞ Q3 ആണ്. അതിൽ ഓരോ പെർഫോമൻസും വാസ് എക്സലന്റ്. ഓൺലി തിങ് ഈസ് ദാറ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടണേജ് എബിറ്റയിൽ ചെറിയ വ്യത്യാസം വന്നു. അതിൻ്റെ കാര്യം ഞാൻ ഇത് കാണിക്കുന്നുണ്ട്. സോ കമ്പനിയുടെ മാനേജ്മെന്റ് ഗൈഡൻസ് ആണ്. റവന്യൂ ഇസ് എക്സ്പെക്റ്റഡ് ടു ഗ്രോ ബൈ 30-35% ഫ്രം ഫിനാൻഷ്യൽ 23 ടു ഫിനാൻഷ്യൽ 24. സോ എക്സലന്റ് ഗ്രോത്ത് ആണ്. 30-35% ഗ്രോത്ത് കമ്പനിക്ക് ചെയ്യാൻ സാധിക്കുവാണെങ്കിൽ ബൈ മാർച്ച്. EBITDA for financial 24 is expected to stay within similar lines as witnessed in financial 23. സോ കമ്പനിയുടെ പെർഫോമൻസ് നിങ്ങളൊന്ന് നോക്കണം. 9 months പെർഫോമൻസ് നോക്കും നിങ്ങൾ. സോ 9 months പെർഫോമൻസിലെ പ്രോഫിറ്റ് ബിഫോർ എക്സെപ്ഷണൽ ഐറ്റംസ് ആൻഡ് ടാക്സ്, പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആണ് 11,204 വേഴ്സസ് കഴിഞ്ഞ കൊല്ലം 7,334 ഉള്ളൂ. കഴിഞ്ഞ ഹോൾ ഇയർ ചെയ്തത് 12,369 ആണ്. 12,369 അടുത്ത് വന്നു കഴിഞ്ഞു 9 monthsലെ പെർഫോമൻസ് നമ്മൾ എടുത്താൽ. Irrespective of slight degrowth in EBITDA per ton, company has achieved stunning figures. EBITDA degrowthന്റെ കാര്യം എന്താണെന്നുള്ള ഒരു ഇതാണ് എഴുതിയിരിക്കുന്നത്. EBITDA degrowth was attributed to the less sales from value added products due to the scheduled maintenance at the galvanizing plant. അത് ഷെഡ്യൂൾ ചെയ്ത മെയിൻ്റനൻസിൽ ആ പ്ലാന്റിൽ ഉണ്ടായ ഒരു എന്താ പറയേണ്ട മെയിൻ്റനൻസ്, ആ അത്രയും ദിവസത്തെ ഒരു വ്യത്യാസമാണ് എബിറ്റ ഡീഗ്രോത്ത് വരാൻ കാര്യം. വാല്യൂ ആഡഡ് പ്രൊഡക്ട്സിന്റെ സപ്ലൈ അത് ബാധിച്ചു, നാച്ചുറലി എബിറ്റയെ ബാധിച്ചു. കമ്പനി വാസ് വെരി ക്ലിയർ. എന്തുകൊണ്ടാണ് എബിറ്റ താഴെ പോയതിനെ കുറിച്ചുള്ള കമ്പനിക്ക് വളരെ ക്ലാരിറ്റി ഉണ്ട്. അടുത്ത കമ്പനി രാജു എന്ന് പറയുന്ന കമ്പനിയാണ്. സോ ക്രിയേറ്റിംഗ് സ്ട്രോങ് ഗ്ലോബൽ പ്രസൻസ് ആണ്. 35+ years ഓഫ് എക്സലൻസ് ഇൻ എക്സ്ട്രൂഷൻ ആണ്. 70 കൺട്രിയിൽ ഇവർ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് 5K+ ഇൻസ്റ്റാളേഷൻസ് ആണ്. ആൻഡ് സ്ട്രോങ് ആൻഡ് ഡൈവേഴ്സ് പ്രൊഡക്റ്റ് ഫോളിയാണ് കമ്പനിക്കുള്ളത്. ഞാൻ ഈ സമയമില്ലാത്തതുകൊണ്ടാണ് സ്പീഡിൽ പോകുന്നത്. നിങ്ങൾ ഓരോ പേജും നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങൾ പോസ് ചെയ്തിട്ട് നിങ്ങൾ വായിച്ചു നോക്കണം. See the product range and back it by strong R&D. ഇതാണ് പ്ലസ് പോയിന്റ്. R&D സ്ട്രോങ് ആണ്. നാച്ചുറലി പ്രൊഡക്ട്സ് വന്നേ മതിയാകൂ ശരിക്കും കമ്പനിയെ സംബന്ധിച്ച്. ലീഡിംഗ് ക്ലയൻറ്റ് മാർക്കറ്റ് ക്ലയൻസ് ആണ് അവരുടെ. യുഫ്ലക്സ് ഉണ്ട്, റിലയൻസ് ഉണ്ട്. ദേ ഹാവ് ഗോട്ട് ലോട്ട് ഓഫ് പോളിക്യാബ് ഉണ്ട്, ലോട്ട് മാർക്കറ്റ് ക്ലയൻസ് ഉണ്ട് അവർ സപ്ലൈ ചെയ്യുന്ന. ആൻഡ് ക്വാർട്ടർ റിസൾട്ട് നോക്കാം. ഫാന്റാസ്റ്റിക് റിസൾട്ടാണ് കൊടുത്തത്. ഡിസംബറിൽ ടോപ്പ് ലൈൻ ഗ്രോത്ത് നോക്കുക 60 crores. കഴിഞ്ഞ ജൂൺ 2022 18 കോടി, 33 കോടി, 36 കോടി, 71 കോടി, 31 കോടി, 53 കോടി, 60 കോടി. സോ മാർച്ചിൽ സാധാരണ 71 crores അവർ അച്ചീവ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുമ്പിലത്തെ മാർച്ചിലും സംതിങ് അറൌണ്ട് 60 crores അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഈ ഡിസംബറിൽ ഓൾറെഡി ആ 60 crores വന്നു കഴിഞ്ഞു. ആൻഡ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 7.62 വെർസസ് 7.17. നമ്മളെ ക്വാർട്ടർ കമ്പാരിസൺ നേരത്തെ ഡിസംബറിൽ 3.16 ഉള്ളൂ. അതിൻ്റെ ഇരട്ടി ആയി കഴിഞ്ഞു ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. ആൻഡ് OPM മാർജിൻ നോക്കി കഴിഞ്ഞ ഡിസംബറിൽ 8.64 ആണ്, 13.39 ആയി. അത് 12.7 ആയിട്ട് സ്റ്റെബിലൈസ് ചെയ്തു. ആൻഡ് കമ്പനിയുടെ പെർഫോമൻസ് നോക്കി കഴിഞ്ഞാൽ 9 months പെർഫോമൻസ് നിങ്ങൾ എടുത്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എന്ന് പറയുന്നത് 1795 വേഴ്സസ് 697, ഡബിളായി കഴിഞ്ഞു 9 മാസം കൊണ്ട്. കഴിഞ്ഞ ഹോൾ ഇയർ ചെയ്തത് 1296 ആണ്. അതിന് മേളിൽ വന്നു കഴിഞ്ഞു 1795 എന്ന് പറയുന്നത്. എക്സലന്റ് റിസൾട്ട്, ഫെന്റാസ്റ്റിക് റിസൾട്ട്. പക്ഷേ ഒരു കാര്യമുള്ള സ്റ്റോക്ക് വല്ലാതെ റണ്ണായി പോയി. സ്റ്റോക്ക് ഹാസ് ഓൾറെഡി മൂവ്ഡ് അപ് ടു 2.5 times ഫ്രം Q2 റിസൾട്ട് മുതൽ. റവന്യൂ 60 crores versus 36.5 crores ആൻഡ് എക്സലന്റ് PAT ആൻഡ് PBT ആൻഡ് EPS. അടുത്ത കമ്പനി ജസ്റ്റ് ഡയൽ എന്ന് പറയുന്ന കമ്പനിയുടെ റിസൾട്ടാണ്. സോ മാർക്കറ്റ് ക്യാപ്പ് 7,524 കോടി, സ്റ്റോക്ക് പീസ് 22.4 ഉള്ളൂ, ഇൻഡസ്ട്രി പീസ് 48 ആണ്. ROC ആൻഡ് ROE ഇറ്റ്സ് സ്റ്റാർട്ടിംഗ് ആണ്, തിരിച്ചുവരവിൻ്റെ ഒരു പാതയിലാണ്. 1.7 ആൻഡ് 1.3. സി ദ ടോപ്പ് ലൈൻ ഗ്രോത്ത് ഡിസംബർ 2023 265 എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 13 ക്വാർട്ടറിലെ ബെസ്റ്റ് ടോപ്പ് ലൈൻ ഗ്രോത്ത് ആണ് കൊടുത്തിരിക്കുന്നത്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നോക്ക്
60 എന്ന് പറഞ്ഞ കഴിഞ്ഞ 13 ക്വാർട്ടറിലെ ടോപ്പ് ഓപ്പറേറ്റിംഗ് ഗ്രോത്ത് കൊടുത്തിരിക്കുന്നത് ഫെന്റാസ്റ്റിക് റിസൾട്ടാണ്. ഡിസംബറിൽ 27 കോടിയായിരുന്നു ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, അത് 60 കോടിയായി. കഴിഞ്ഞ ക്വാർട്ടർ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 49 ആയിരുന്നു, അത് 60 ക്രോസ് ആയി. ആൻഡ് സി ദി OPM എക്സ്പാൻഷൻ 23%, ബെസ്റ്റ് ഇൻ ദി ക്ലാസ്. കഴിഞ്ഞ 13 ക്വാർട്ടറിലെ ബെസ്റ്റ് ഇൻ ദി ക്ലാസ് ആണ് OPM എക്സ്പാൻഷൻ വന്നിരിക്കുന്നത്. ആൻഡ് ജസ്റ്റ് സ്റ്റൈൽ ഫസ്റ്റ് Q3 ബ്ലോക്ക് ബസ്റ്റർ റിസൾട്ട് ഫ്രം സ്മോൾ ക്യാപ് വേൾഡ്. നമ്മൾ JTL ഇൻഡസ്ട്രിയും പറയാമായിരുന്നു, പക്ഷേ JTL ഇൻഡസ്ട്രിയിൽ എബിറ്റിൽ വന്ന ചെറിയ വ്യത്യാസം, അവരുടെ പ്ലാൻ മെയിൻ്റനൻസ് വന്നുകൊണ്ടാണ് ബ്ലോക്ക് ബസ്റ്റർ എന്നുള്ള പദം നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ഹയസ്റ്റ് EBITDA, PBT ആൻഡ് PAT ഇൻ ലാസ്റ്റ് 12 quarters. സോളിഡ് EBITDA മാർജിൻ, OPM എക്സ്പാൻഷൻ, PBT പോസിറ്റീവ്. എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ബിഗ് മാർജിൻ എക്സ്പാൻഷൻ ക്വാർട്ടർ ആൻഡ് YOY. ഹെൽത്തി ഗ്രോത്ത് ഇൻ ഡെഫേർഡ് റവന്യൂ, മാർജിൻസ് കമ്മിങ് ബാക്ക് ടുവേഴ്സ് 25%. നെഗറ്റീവ് യൂണീക്ക് വിസിറ്റേഴ്സ് നമ്പർ ഫെൽ ക്വാർട്ടർ പോയി 2.8%. ഫ്രണ്ട്സ്, വീഡിയോ നിങ്ങൾ കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഒരു വീഡിയോയും റെക്കമെൻഡേഷൻ അല്ലാതെ എടുത്ത് പറയുന്നു. ആദ്യത്തെ 2 വീഡിയോ Eqtfx പ്ലാറ്റ്ഫോമിലാണ് പോകുന്നത്. അത് നെക്സ്റ്റ് മന്ത് സംതിങ് അറൗണ്ട് 20th വരെ 22nd വരെ ഇന്നുവരെ ഒരുമാതിരിപ്പെട്ട നല്ല സ്റ്റോക്കിൽ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നു. അന്ന് വരെ ഡെയിലി രാത്രി വീഡിയോസ് ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം എടുത്ത് പറയുന്നു. താങ്ക് യു സോ മച്ച്.